ഡാഡ്, എന്താ കാര്യം? എന്തിനാ എല്ലാരും വിളിച്ചേ? എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാര്യങ്ങളിലൊന്നും അത്രയ്ക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ. അത് ത്രിവിക്രമന്റെ കാര്യത്തിലുമുണ്ട്. തെറ്റൊക്കെ എന്റെ ഭാഗത്ത് തന്നെയാണ്. എന്റെ മകനെ കുറിച്ച് ഞാൻ വെറുതെ ഒരുപാട് മനക്കോട്ട കെട്ടി. ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു സംസാരം? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പറയാനുള്ള സമയമായും തോന്നിയതുകൊണ്ടാ ഇപ്പൊ നിങ്ങളോട് ഈ പറയുന്നത്. എന്റെ മകനെ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കാതെ വെറുതെ അവനോട് ഞാൻ ദേഷ്യപ്പെടുക. ഒരച്ഛനായ എന്റെ തെറ്റ് തന്നെയല്ലേ അത്? അയ്യോ അളിയ, അതിനിത്രയ്ക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമുണ്ടോ? എനിക്കെന്ത് ഫീൽ ചെയ്താലും അത് ശരിയായ കാര്യത്തിന് തന്നെയായിരിക്കും. ഞാനിപ്പോ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങാൻ ആലോചിക്കാം. നമ്മുടെ കനകദുർഗയ്ക്കടുത്തുള്ള രാമപുരം എന്ന സ്ഥലമില്ലേ, അവിടെ ഒരു 25 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ സൈറ്റുകളാക്കി മാറ്റി ഒരു മോഡേൺ സിറ്റി പോലെ ഡിസൈൻ ചെയ്താൽ കൊള്ളാമെന്നൊരു ഐഡിയ. ഗ്രേറ്റ് ഡാഡ്. ഞാൻ ഈ പ്രോജക്റ്റിന് ത്രിവിക്രമനെയാണ് ഇൻചാർജായി വെക്കാൻ പോകുന്നത്. ഇനി മുതൽ അങ്ങോട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി യുവേഴ്സ്. ഡാഡി എന്താ ഈ പറയുന്നത്? അതെ ത്രിവിക്രം, ഞാൻ ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഫയൽസും നിന്നെ ഏൽപ്പിക്കാൻ പോകും. നീ എനിക്കൊരു തരത്തിലുള്ള റിപ്പോർട്ട്സും തരേണ്ട ആവശ്യമില്ല. ഇതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വവും നിന്റെ ആയിരിക്കും. ഞാൻ ഇതെന്താ ഇങ്ങനെ ചെയ്തത്, അതെന്താ അങ്ങനെ ചെയ്തതെന്നൊന്നും ചോദിക്കാനേ വരുന്നില്ല. ഇറ്റ്സ് ഓൾ യുവേഴ്സ്. ഏയ്, കൺഗ്രാറ്റ്സ് ബ്രദർ. താങ്ക് യു ഡാഡി. ഡാഡിക്ക് എൻ്റെ മേലുള്ള വിശ്വാസം ഞാൻ ഒരിക്കലും ഇല്ലാതാക്കില്ല. താങ്ക്സ് എ ലോട്ട് ഡാഡ്. ദാറ്റ്സ് ഓക്കെ. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കണം. ബട്ട് നീ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് വരില്ല. ഐ നോ യു ക്യാൻ ഹാൻഡിൽ ഇറ്റ് വെൽ. ഗുഡ് ലക്ക്. നിനക്ക് എങ്ങനെ വേണമെങ്കിലും ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി യുവേഴ്സ്. ഡാഡി, ഒരു റിക്വസ്റ്റ്. ഈ പ്രോജക്റ്റിൽ ഞാൻ തൃശ്ശൂരിനെ കൂടി കൂട്ടിക്കോട്ടെ? വൈ നോട്ട്? നിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വെച്ചോ. അവന് പ്രത്യേകിച്ച് പ്രഷർ ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട. എന്തൊരു കഷ്ടമാ ഇത്. അവരിപ്പോഴും എന്റെ മോന് കൊടുത്ത ജോലി ഉണ്ടല്ലോ. അവൻ ഇന്നും ജോലിക്കാരനാ, നാളെയും ജോലിക്കാരനാ. ഒരു മനസാക്ഷിയുമില്ല ഇവർക്ക്. അവർക്കിപ്പോഴും അവരുടെ മോന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇവനാണെങ്കിലോ ഇതെന്തോ വലിയ കാര്യമാന്ന് പറഞ്ഞ അവരുടെ പിന്നാലെ തന്നെ നടക്കുക. എനിക്കും വളരെ വളരെ സന്തോഷമായി. ഒടുവിൽ എന്റെ മോന് നല്ലൊരു പ്രോജക്റ്റ് വെച്ച് തുടങ്ങാനായല്ലോ. He deserves it. ഇനി എത്ര കാലം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്നിങ്ങനെ ഓടുക. ഇവനെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണ്ടേ? ജഗദീശ്വര, ഞാനിതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ പാവം ശിവാനി മേഡത്തിന്റെ ബുദ്ധിമുട്ട് കണ്ട് സഹിക്കാനാവാതെ ഞാനൊന്ന് സഹായിച്ചു, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആരെയും കൊന്നിട്ടുമില്ല, ഒരു അന്യായം ചെയ്തിട്ടില്ല ഇതുവരെ. എന്ന് വെച്ച് ഏതോ ഒരുവളെ സ്വപ്നത്തിലേക്ക് അയച്ച് ദ്രോഹിക്കുന്നതൊന്നും അത്ര ശരിയല്ല കേട്ടോ. അതൊക്കെ നിന്നോടൊന്ന് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്താ, എന്നെ പോലെയുള്ള ഗുഡ് ബോയ്സിനെയൊക്കെ ഒന്ന് സഹായിക്കുന്നതിന് പകരം ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? അല്ലല്ലോ. ആ കുട്ടിക്ക് എന്തായാലും നല്ലത് വരട്ടെ. ഒന്ന് സഹായിക്കാന്ന് കരുതി പോയപ്പോ എനിക്ക് തന്നെ ഇങ്ങനെ പണി തരുന്നത് ശരിയാണോ? എന്റെ അമ്മയാണെങ്കിൽ വാതിലിൽ മുട്ടൊരു 100 പ്രാവശ്യം വിളിച്ചോണ്ടിരിക്കും. ആ ഒരവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ വളരെ മോശമല്ലേ? ഇതെന്റെ ലാസ്റ്റ് വാണിങ്ങാ. ഇനി ഒരു തവണ ഞാൻ പേടി സ്വപ്നം വല്ലതും കണ്ടാലുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. ആലോചിച്ച് ചെയ്. ഓൾറെഡി എന്റെ ഹാർട്ട് വീക്കാണ്. ഇപ്പൊ അതേ ഹാർട്ടിലൊരു പ്രണയം പൂവിട്ടു. അപ്പോ ഈ ടെൻഷനും ലവും എല്ലാം കൂടെ മിക്സായി ലൈഫ് മൊത്തം കൺഫ്യൂഷനായി പോകുന്നേ. എന്തോ എല്ലാത്തിനും നീ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടാൽ മതി. കൂടെ ഉണ്ടാവണം.
നമസ്കാരം മാഡം. ഓ ഹായ്. മാഡത്തിന്റെ ബ്രെയിനിൽ ഇപ്പൊ ഏത് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി വന്നേ. മാഡം ഒന്നും മനസ്സിൽ വെക്കണ്ട. മുമ്പേ നടന്നതൊക്കെ ഒരു മോശം സ്വപ്നമായിട്ട് മറന്നാ മതി. ഓക്കെ അല്ലേ? പിന്നെ ആ ജോലിക്കാരൻ ആരും വന്നില്ലല്ലോ. പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ മാഡം? അവളെ ഞാൻ സ്വപ്നം കണ്ട കാര്യം പറഞ്ഞ് ഇനിയും പേടിപ്പിക്കണ്ട. അക്കാര്യം ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. അതൊക്കെ വിട്ടേക്കാം മാഡം. ഒന്നും മനസ്സിൽ വെക്കണ്ട. നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടോ എല്ലാം വേഗം ശരിയായിക്കോളും. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം നന്നായിക്കോളും. മാഡം എന്നോട് ക്ഷമിക്കും മാഡം. നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി വെറുതെ. സോറി മാഡം. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ദയവായി വാങ്ങിക്കണം മാഡം. പിന്നെ വേറൊരു കാര്യമുണ്ട്. എനിക്ക് വേറെ നല്ലൊരു ജോലി കിട്ടി. എന്റെ മുതലാളി തന്നതാ. പ്രൊമോഷൻ കിട്ടി മാഡം എനിക്ക്. ഓ വൗ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ശരി മാഡം, ഞാൻ ഇനിയും ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ ഇറങ്ങട്ടെ. തൃശ്ശൂർ ഒരു മിനിറ്റ്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നിന്നിൽ നിന്നും ഞാനൊരു വലിയ സത്യം മറച്ചു വെച്ചിരുന്നു. എന്നോട് ക്ഷമിക്കണം. എന്താ മാഡം കാര്യം? അത് കുഴപ്പമില്ല, എന്തായാലും പറഞ്ഞോ. തൃശ്ശൂർ, എനിക്ക് ക്യാൻസർ ഇല്ല തൃശ്ശൂർ. വേറെ ആരുടെ ഫയല് കണ്ടിട്ട് നീ ആദ്യം തെറ്റിദ്ധരിച്ചതാ. ഞങ്ങളും അത് സത്യമായിരിക്കും എന്ന് വിചാരിച്ചു. അതാ പറ്റിയത്. ഈ കാര്യം നിന്നോടൊന്ന് പറയാനായിട്ട് ഞാൻ കുറെ നാളായിട്ട് ശ്രമിക്കുക തൃശ്ശൂർ. പക്ഷെ എന്തോ സാധിച്ചില്ല എനിക്ക്. ഇനിയും ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാ ഇപ്പൊ പറഞ്ഞത്. ശരിയാ, ഞാൻ തെറ്റ് ചെയ്തു. അതിനൊരു എക്സ്പ്ലനേഷനും ഇല്ല. എന്നോട് ക്ഷമിക്കണോ വേണ്ടോ എന്നുള്ളത് നിന്റെ തീരുമാനം. എന്താ മാഡം എന്തൊക്കെ പറയുന്നേ? അതെ തൃശ്ശൂർ, പക്ഷെ ഒരു കാരണവശാലും നിനക്ക് ദോഷം ചെയ്യണമെന്നോ അതുപോലെ ഇത് വെച്ച് നിന്നെ മുതലെടുക്കണമെന്നോ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ആദ്യം തമാശയാണെന്ന് കരുതി വെറുതെ ആയിരുന്നു. പക്ഷെ പോകെ പോകെ കാര്യങ്ങളെല്ലാം വഷളായി. ഞാൻ ഒരുപാട് ശ്രമിച്ചു തൃശ്ശൂർ, ഒരുപാട് ശ്രമിച്ചു. I'm sorry. I'm really sorry. അല്ല മാഡം, കളിപ്പിക്കാൻ ഒരുത്തനെ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കളിപ്പിക്കാന്ന് കരുതിയല്ലോ നിങ്ങളൊക്കെ. നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് കരുതി ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്ന് എനിക്ക് മാത്രമേ അറിയൂ. എന്നെ കുറിച്ച് ഞാൻ ആലോചിക്കാറേയില്ല. ശരിക്കൊന്നും കഴിക്കാൻ പറ്റണില്ല, സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. വീട്ടുകാരെ പോലും ഓർക്കാറില്ല. 24 മണിക്കൂറും നിങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുന്നത്. അല്ല മാഡം, എന്നെ കണ്ടപ്പോഴേ ഇവൻ എങ്ങനെ വേണേലും പറ്റിക്കാം, അവൻ അതൊന്നും ഒരു പ്രശ്നമാവില്ലെന്ന് വിചാരിച്ച് കളഞ്ഞല്ലോ നിങ്ങളൊക്കെ. ഇല്ല മാഡം, ഇല്ല. നിങ്ങൾക്ക് ക്യാൻസർ ആയതുകൊണ്ട് അതൊന്നും മാറി കിട്ടണമെന്ന് പറഞ്ഞു ഞാൻ എത്ര പേരോട് അന്വേഷിച്ചെന്നറിയോ നിങ്ങൾക്ക്? എത്രയോ ഡോക്ടേഴ്സിനോട് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി അന്വേഷിച്ച് നടന്നു എന്നറിയോ മാഡം? ഇല്ല, അതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാനാ. പോട്ടെ, വിട്ടേക്ക്. അടിപൊളി ട്രീറ്റ്മെന്റ് ആയിപ്പോയി.
എനിക്ക് തന്നെ വേണം. എനിക്ക് ഇത് തന്നെ വേണം. ഇങ്ങനെയൊക്കെ പറയുന്ന വിചാരിച്ചില്ലല്ലേ? സോറി മാഡം, ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നറിഞ്ഞപ്പോ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര സന്തോഷമായി പോയി. ഓ ദൈവമേ, ഒരു ബിഗ് സല്യൂട്ട്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മാഡം, പക്ഷെ എനിക്ക് ഇപ്പൊ സന്തോഷായി. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് അത് മാത്രം മതി. ശരി, എന്നാ ഞാൻ പോകട്ടെ. താങ്ക്സ് ഫോർ ദ ഗുഡ് ന്യൂസ്. അല്ലെന്നേ, അവരെപ്പോഴും അവനെ ഒരു വേലക്കാരനെ പോലെയല്ലേ കാണുന്നത്. അവൻ എപ്പോഴും കൊച്ചുമുതലാളിയുടെ പുറകെ വാല് പോലെ നടക്കുക. അവന് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു യോഗ്യതയുമില്ലേ? എന്റെ പൊന്നു മധു, ദിവസവും ഈ കാര്യം തന്നെ വാതോരാതെ സംസാരിച്ചോളന്ന് നിനക്കെന്താ വല്ല നേർച്ചയുണ്ടോ? വേറൊരു കാര്യം പറയാനില്ല. നോക്ക്, ഞാൻ എന്ത് പറഞ്ഞാലും അത് എന്റെ തെറ്റാന്ന് പറഞ്ഞ് എന്റെ നേരെ വിരല് ചൂണ്ടുമല്ലേ. ആദ്യം അതൊന്ന് നിർത്ത്. എന്റെ മകൻ നന്നായി ജീവിക്കണം എന്ന് ഞാൻ കരുതുന്നത് എന്റെ തെറ്റാണോ? നിങ്ങൾക്ക് അവന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? എടി എന്റെ ഉത്തരവാദിത്വം എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ എന്തു പറ്റി? അവന് തിന്നാനും കുടിക്കാനൊന്നും ഇല്ലേ? കൊച്ചുമുതലാളിയുടെ കൂടെ അല്ലേ? അവനെ വിട്ടേക്ക്. നോക്ക്, അവന് നല്ലൊരു ജീവിതം വേണം. അവനെ സ്വന്തം കാര്യം നോക്കാൻ പഠിപ്പിക്കേണ്ടതിന് പകരം അവരുടെ പുറകെ നടക്കാൻ നിങ്ങൾ നിർബന്ധിക്കുവാണല്ലോ. ഇത് ശരിയാണോ? എന്നെ കൊണ്ട് പറ്റുന്നെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതലൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. നിങ്ങളിത് തന്നെ പറയൂ. അല്ല നോക്ക്, അവൻ എന്തെങ്കിലും ഒരു നല്ല ജോലി കൊടുക്കേണ്ടതിന് പകരം എപ്പോ നോക്കിയാലും കൊച്ചു മുതലാളിയുടെ പുറകെ ചുറ്റിക്കുമല്ലേ. ഒരച്ഛൻ എന്ന നിലയില് നിങ്ങൾ ചെയ്യുന്ന ശരിയാണോ? എടി, അവൻ വെറുതെ കൊച്ചുമുതലാളിയുടെ പുറകെ നടക്കുന്നല്ല. ഇതൊരു വലിയ പ്രോജക്റ്റാ. അവർക്ക് ഒരുപാട് പണിയുണ്ടാവും. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് അസിസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നിസ്സാര കാര്യമില്ലെന്ന് നീ മനസ്സിലാക്കണം. എന്താ സിസ്റ്റർ, മണ്ണാൻ കെട്ട എത്രയാ ശമ്പളം എന്ന് വല്ലതും പറഞ്ഞോ അവര്? എപ്പോ നോക്കിയാലും പുറകെ നടന്നിട്ട് കാപ്പിക്കും ചായക്കും വല്ലതും കൊടുക്കും. അത് തന്നെ ഉണ്ടാവുള്ളൂ. ഇത്ര നാള് നിങ്ങൾ സേവനം ചെയ്തു, ഇനി മുതല് എന്റെ മകനും അത് തന്നെ ചെയ്യണം എന്നാണോ? എന്റെ കാലം കഴിഞ്ഞ എന്റെ മകന്റെ ജീവിതം എന്താവും ഓർത്തോർത്ത് എന്റെ തല പൊട്ടിത്തെറിക്കുക. അമ്മേ 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 അമ്മേ, എന്താ അമ്മ ഈ പറയുന്നേ? പിന്നെ അതേ കാര്യത്തിൽ തൂങ്ങിക്കിടക്ക. എന്താ അമ്മ ഇത്? എന്താണ് ഇത്ര നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നേ? വീട് എന്റെ അമ്മോ, എനിക്ക് എത്ര വലിയ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷൻ ആണെന്ന് അറിയോ ഇപ്പോ? കൊച്ചുമുതലാളി ആരംഭിക്കാൻ പോകുന്ന പുതിയ പ്രൊജക്ട് ഇല്ലേ, അതിന്റെ എല്ലാം മൊത്തം ഇൻചാർജ് എനിക്കാ. അവരുടെ കൂടെ എന്തിനും ഏതിനും ഞാനും പോകേണ്ടി വരും, ഞാനും സംസാരിക്കേണ്ടി വരും. പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഞാനായിരിക്കും കൊടുക്കുന്നത്. അമ്മേ, ഞാനായിരിക്കും. അല്ലമ്മേ, ഇതൊക്കെ എങ്ങനെ ചെറിയ കാര്യമാവും? അമ്മ തന്നെ ഒന്ന് പറഞ്ഞു തന്നേ. ആഹാ, നീ നിന്റെ അച്ഛനെ പോലെ തന്നെ കരുതിക്കോ. രണ്ടുപേരും ചേർന്ന് എന്റെ വായ അടച്ചോ. എനിക്കിതൊന്നും ശരിയായി തോന്നുന്നില്ല. നോക്ക്, എനിക്ക് അവരുടെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ല, അസൂയമില്ല. എന്റെ മകൻ നന്നായി ജീവിക്കണം, ആ ഒരൊറ്റ ചിന്തയുള്ളൂ. അയ്യോ, എന്റെ ഈ പഠിപ്പിനൊക്കെ ആരാ അമ്മ എനിക്ക് എന്തെങ്കിലും പണി തരാൻ പോകുന്നേ? എന്തോ സംസാരിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് ജീവിച്ചു പോന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഗതി എന്താവുന്ന അമ്മ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? വെറുതെ സംസാരിച്ചിട്ട് ജീവിതം മൊത്തം തൊലച്ചോ. ഭാവിയിൽ എന്താവുന്ന ഒരു ചിന്തയും വേണ്ട. നോക്ക്, എന്റെ പ്രിയപ്പെട്ട മാതാശ്രീ മധുമതി മാഡം, നിങ്ങൾ എന്നെ കുറിച്ച് ദുഃഖിക്കുന്നതിന് പകരം ആത്മീയ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി നന്നായി ശ്രദ്ധിച്ചാൽ നന്നാവും എന്നൊരു തോന്നലുണ്ട് എനിക്ക്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഭർത്താവിനെ മോനെയും കുറിച്ച് അല്ലാതെ ഞാൻ പിന്നെ ആരെ കുറിച്ചാ ചിന്തിക്കണ്ടേ? ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ ഉടനെ എന്റെ വായ അടപ്പിക്കും രണ്ടുപേരും ചേർന്ന്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല ബുദ്ധി തോന്നട്ടേന്ന് അമ്പലത്തിൽ പോയി നല്ലതുപോലെ പ്രാർത്ഥിച്ചിട്ട് വരാൻ ഞാൻ. മധു, പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ നോക്ക്. ഇത്രയും നേരം ഞങ്ങളുടെ ചെവി മാത്രമല്ലേ തിന്നുള്ളൂ, അതുകൊണ്ട് നിനക്ക് എനർജി കുറവാ. പ്രാർത്ഥിക്കുമ്പോ നല്ല എനർജി ഒക്കെ വേണ്ട മോനെ. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് കഴിക്കും, എന്നിട്ട് എന്നെ മെക്കിട്ട് കയറാൻ നോക്ക്. മധു, കഴിച്ചേ എനർജി വേണ്ട മധു. അവളോട് തർക്കം ജയിക്കാൻ പാടാ. മോനെടുക്ക്, നമുക്ക്
ദൈവമേ, എന്നെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എത്ര ഭക്തിയോടുകൂടി എവിടെ വന്ന് പൂജ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തെല്ലാം കാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷേ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും കുടുംബത്തിന്റെ അവസ്ഥ മോശമാവുക. എന്തൊരവസ്ഥയാ ഭഗവാനെ. ഞാൻ കൂടുതൽ എന്താ ചോദിച്ചത് അങ്ങയോട്? എന്റെ മകനും എന്റെ ഭർത്താവും നന്നായി ഇരിക്കണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. അതൊരു തെറ്റാണോ? ഒരമ്മയാണെങ്കിൽ മകൻ സന്തോഷത്തോടെയും സുഖമായി ഇരിക്കണം എന്നല്ലേ പ്രാർത്ഥിക്കുള്ളൂ. എന്റെ മകൻ ഇപ്പോഴും ഒരടിമയെ പോലെ അവിടെ പണിയെടുക്കുക. വലിയ വീട്ടിലെ ആളുകൾക്ക് ആസ്തിയുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. ഇവനാണെങ്കിൽ അവരുടെ കൂടെ കൂടി ഇതാണ് യാഥാർത്ഥ്യം എന്ന് കരുതിയിരിക്കുക. അവനൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നല്ല വിദ്യാഭ്യാസവും ഇല്ല, നല്ല ജോലിയും ഇല്ല. ഇത്രയ്ക്കും തെറ്റ് അവൻ എന്താ ചെയ്തത് ദൈവമേ? അവൻ എന്റെ വയറ്റിൽ ജനിച്ചത് തെറ്റാണോ? വലിയ വീട്ടിലെ ആൾക്കാരുടെ കൂടെ ചേർന്ന് അവനിപ്പോ അവരുടെ കാൽ ചോട്ടിലായി പോയി. ഭഗവാനെ, ഒന്ന് കണ്ണ് തുറക്ക് ഭഗവാനെ, രക്ഷിക്കൂ. എന്റെ മകന്റെ കൂടെ ജനിച്ചവൻ ഇപ്പൊ രാജാവാണ്. പക്ഷേ എന്റെ മകൻ അവന്റെ വേലക്കാരനും. കൊച്ചു മുതലാളിയോട് എനിക്ക് ഒരു വിരോധവുമില്ല. പക്ഷേ എന്റെ മകനെ നന്നാക്കാൻ ഒരു മാർഗം കാണിക്കൂ. നീ വിശ്വസിക്കുന്നൊന്നും സത്യമല്ല. അവൻ നിന്റെ മകനുമല്ല. തൃശൂൽ നിന്റെ മകനാണെന്നാണോ വിചാരം? അവൻ ആ ശത്രു ദിഗ്വിജയന്റെ മകനാണ്. നിന്റെ മകന് എല്ലാം ലഭിക്കാൻ പോകുന്നു. ആളും ബലവും ആസ്തിയും ഐശ്വര്യവും ആർഭാടത്തോടെ സുഖിച്ച് ജീവിക്കും നിന്റെ മകൻ. നിന്റെ മകൻ തൃശൂലല്ല, ത്രിവിക്രമനാണ്. വെറുതെ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ? തൃശൂൽ നിന്റെ മകനല്ല, ത്രിവിക്രമനാണ് നിന്റെ മകൻ. നീ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ നിന്റെ മകൻ രാജാവായി വാഴുന്നു. ആ ദിഗ്വിജയന്റെ മകൻ നശിച്ചുകൊണ്ടിരിക്കുന്നു. ദിഗ്വിജയന്റെ വീട്ടിൽ സ്വന്തം മകനെ തന്നെയാണ് വില കുറച്ച് കാണുന്നത്. ഭാഗ്യവാൻ ത്രിവിക്രമൻ, അവനാണ് നിന്റെ മകൻ. എന്റെ പേരക്കുട്ടി രാജാവാണ്. ഈ പ്രപഞ്ചത്തിന്റെ തന്നെ രാജാവാക്കി അവനെ ഞാൻ മാറ്റിയിരിക്കും. ദിഗ്വിജയന്റെ കുടുംബം തന്നെ വേരോടെ ഞാൻ ഇല്ലാതാക്കും.